ഇറാൻ കപ്പലിനെ ആക്രമിക്കുന്നതിന് മുൻപേ തന്നെ 2 തവണ US സേന മുന്നറിയിപ്പ് നൽകിയിരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കൻ തീരത്തിന് സമീപം ഇറാന്റെ യുദ്ധക്കപ്പലായ ഐറിസ് ദേനയെ അമേരിക്കൻ അന്തർവാഹിനി ആക്രമിച്ച് തകർത്ത വാർത്ത സമീപ ദിവസങ്ങളിലാണ് പുറത്തുവന്നത്. എന്നാൽ കപ്പലിനെ ആക്രമിക്കുന്നതിന് മുൻപേ തന്നെ അവർ US സേന മുന്നറിയിപ്പ് നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് കപ്പൽ തകർക്കപ്പെടുന്നതിന് തൊട്ട് മുൻപേ തന്നെ അതിലുണ്ടായിരുന്ന ഒരു ഇറാൻ നാവിക ഉദ്യോഗസ്ഥനാകട്ടെ തൻ്റെ പിതാവിനെ വിളിച്ച് കപ്പൽ ഉപേക്ഷിക്കാൻ അമേരിക്കൻ സേന 2 തവണ മുന്നറിയിപ്പ് നൽകിയതായി അറിയിച്ചിരുന്നു എന്നതാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കപ്പലിലെ കമാൻഡർ നാവികർക്ക്, അതായത് അതിലുള്ള ഉദ്യോഗസ്ഥർക്ക് കപ്പൽ വിട്ടുപോകാൻ അനുവാദം നൽകിയില്ല എന്ന റിപ്പോർട്ടുകളും ഇവിടെ പുറത്തുവരികയാണ്. ഇറാൻ ഇന്റർനാഷണൽ എന്ന മാധ്യമമാണിപ്പോൾ ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നതും. കപ്പലിലുണ്ടായിരുന്ന 180 ജീവനക്കാരിൽ 87 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെടുക്കാൻ സാധിച്ചു. കമാൻഡർമാരുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ലൈഫ് ബോട്ടുകളിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച 32 പേർ മാത്രമാണ് ദുരന്തത്തിൽ നിന്ന് അതിജീവിച്ചതെന്നതാണ് മറ്റൊരു വസ്തുത. അതേപോലെ തന്നെ USS ഷാറ്റ്ലൈറ്റ് എന്ന ലോസ് ഏഞ്ചൽസ് ക്ലാസ് അന്തർവാഹിനിയിൽ നിന്ന് തൊടുത്ത മാർക്ക് 48 ടോർപിഡോകളാണ് കപ്പലിനെ തകർക്കാൻ കഴിഞ്ഞത്. കപ്പലിന്റെ പിൻഭാഗത്തായിരുന്നു ടോർപിഡോ പതിച്ചതെന്നും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കപ്പൽ മുങ്ങിപ്പോയതായും സൈനിക വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ശ്രീലങ്കൻ നാവികസേന സഹായത്തിനായി തന്നെ സംഭവ സ്ഥലത്തെത്തിയപ്പോഴേക്കും വലിയ രീതിയിൽ ഈ കപ്പൽ മുങ്ങുന്നതായി തന്നെ, അല്ലെങ്കിൽ കടൽ ഒഴുകി നടക്കുന്ന ഓയിൽ കണ്ടെയ്നറുകളെല്ലാം തന്നെ ഒഴുകി നടക്കുന്നതായി തന്നെ കാണാൻ സാധിക്കുകയാണ് കഴിഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ കപ്പൽ പൂർണ്ണമായും കടലിൻ്റെ ആഴങ്ങളിലേക്ക് മാഞ്ഞു പോയതായും ഇവർ വ്യക്തമാക്കുന്നു. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് 32 ഇറാൻ നാവികരെയും മറ്റ് വ്യക്തികളെ എല്ലാം തന്നെ ഇവരെ രക്ഷപ്പെടുത്തിയതായും, അല്ലെങ്കിൽ 208 പേരെയും ഇറാൻ തിരികെ നൽകരുത് എന്ന് അമേരിക്ക ശ്രീലങ്കയോട് ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തതായും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇറാനിലേക്ക് വൻതോതിലുള്ള സൈനിക ആക്രമണം നടത്തുന്നതിന് പകരം തന്നെ ചെറിയ പ്രത്യേക സൈനിക സംഘങ്ങളെ ഉപയോഗിച്ചുള്ള മിന്നൽ ആക്രമണമാണ് ഇപ്പോൾ അമേരിക്ക കൂടുതലായും തന്നെ ലക്ഷ്യമിടുന്നത്. ഇറാനിൽ നിന്നും യുറേനിയം നേരിട്ട് കണ്ടെടുത്തുകൊണ്ട് വരികയോ അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ ഉപയോഗിക്കുകയോ ചെയ്യുന്ന രീതിയിൽ, അതായത് ഉപയോഗശൂന്യമാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പ്രധാനമായും തന്നെ ഇവർ പരിഗണന നൽകുന്നത്. അത്തരം മാർഗങ്ങളാണിപ്പോൾ ഇറാനിലേക്ക് ഇത്തരത്തിൽ മാർഗങ്ങളാണ് സ്വീകരിക്കാൻ ഒരുങ്ങുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം US പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് ചേർന്നുകൊണ്ട് കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇറാന്റെ പക്കൽ നിലവിൽ 450 കിലോയോളം, അതായത് 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നതും. ഇത്തരമൊരു വാദമാണ് ഇപ്പോൾ ഇസ്രയേൽ പുറത്തുവിടുന്നതും. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ 11 ആണവ ബോംബുകൾ വരെ നിർമ്മിക്കാൻ ഇറാന് കഴിയുമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ തിരിയാൻ വലിയ രീതിയിൽ പ്രേരിപ്പിക്കുന്നതായും, ഇത് കൂടാതെ തന്നെ ഇറാന്റെ സാമ്പത്തിക സ്രോതസ് തടയുന്നതിനായി തന്നെ അവരുടെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായ ബാർക്ക് ഐലൻഡ് ആകട്ടെ അത് പിടിച്ചെടുക്കുന്ന കാര്യം പോലും വളരെ ഗൗരവമായി തന്നെ US പരിഗണിക്കുന്നതായും ഇവിടെ വിലയിരുത്തപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.